നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. തന്ത്രയുടെ ഉൾക്കാഴ്ചകളിലേക്ക് നയിക്കുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് അങ്ങനെ ഒരു ക്ലാരിറ്റി തരുന്ന ആ ശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും അങ്ങനെയില്ല. തന്ത്രയിലേക്ക് വരൂ, തന്ത്ര സാധന ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടെക്നിക്സ് പറയുന്നതല്ലാതെ തന്ത്രത്തെ പറ്റിയുള്ള ആധികാരിക വീഡിയോസും മലയാളത്തിലും ഇല്ലെന്ന് തന്നെ പറയാം. കുറച്ച് ക്ഷേത്രതന്ത്രവും അതിൻ്റെ പഠനവുമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്ത്രത്തിൻ്റെ ഒരു തന്ത്രശാസ്ത്രം എന്നുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മറ്റു ഭാഷയിലാണെങ്കിലും തന്ത്രത്തിൻ്റെ വീഡിയോസ് വളരെ അപൂർവമാണ്. മൊത്തത്തിൽ അങ്ങനെയാണ്, ഒരു ക്ലാരിറ്റിയുള്ള വീഡിയോസ് വളരെ കുറവാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അത്യപൂർവമായിട്ടുള്ള ചില വീഡിയോസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ ഇന്നെടുക്കുന്നത് നാദസമ്പ്രദായത്തെക്കുറിച്ചാണ്. നാദസമ്പ്രദായവും തന്ത്രശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിന് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് തിരുനെല്ലിയിൽ ഭഗവാനെ തൊഴുതിട്ട് പാപനാശത്തിലേക്ക് പോകുന്ന വഴിക്ക്, ബലിയിടാൻ വന്നിട്ടുള്ളവർക്കറിയാം, പാപനാശത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന മഹാദേവനാണ്. അപ്പം മഹാദേവൻ്റെ മുന്നിലിരുന്നിട്ടാണ് ഞാൻ ഈ നാദസമ്പ്രദായത്തെക്കുറിച്ചുള്ള വീഡിയോ തുടങ്ങുന്നത്. അപ്പം വന്നു, പാപനാശത്തൊക്കെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞു, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഈ വിഷയം അവസാന സമയം വരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് ഈ സമ്പ്രദായത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു തുടക്കമാവുകയും ചെയ്യും. ഭാരതത്തിലെ ശൈവ ഉപാസനാ സമ്പ്രദായങ്ങളിൽ മൊത്തത്തിൽ ഭാരതത്തിലെ ഏതൊരു ആധ്യാത്മിക മേഖല എടുത്താലും, സന്യാസ സമ്പ്രദായമാണെങ്കിലും അതുപോലെ തന്നെ ഉപാസനാ സമ്പ്രദായമാണെങ്കിലും ഒക്കെ എടുത്താലും നാദസമ്പ്രദായത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നാദസമ്പ്രദായത്തിന് ഭാരതീയ ആധ്യാത്മിക വിഷയങ്ങളിലും മൊത്തത്തിലെ തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിവിശിഷ്ടമായിട്ടുള്ളൊരു സ്ഥാനമാണ് ഉള്ളത്. ഗ്രന്ഥങ്ങളിൽ പലയിടത്തും 84 താന്ത്രികന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ചതുശീതി സിദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പേരായിട്ടുള്ള മത്സ്യേന്ദ്രനാഥൻ എന്നാണ് തുടങ്ങുന്നത്. അപ്പം മത്സ്യേന്ദ്രനാഥനാണ് ഈ നാദസമ്പ്രദായത്തിൻ്റെ ഗുരുവായിട്ട് പറയുന്നത്. ആദിനാഥനായിരിക്കുന്ന മഹാദേവനിൽ നിന്നും ഉത്ഭവിച്ച് വന്നിട്ടുള്ള ഈ നാദസമ്പ്രദായം, ഉത്ഭവിച്ച് വന്ന ഈ അറിവുകൾ പിന്നീട് മത്സ്യേന്ദ്രനാഥനിലേക്കാണ് വന്നത്. ആ ഉത്ഭവിച്ച് മത്സ്യേന്ദ്രനാഥനിലേക്ക് വരികയും ആ മത്സ്യേന്ദ്രനാഥനിലൂടെയാണ് ഈ സമ്പ്രദായത്തിൻ്റെ തുടക്കവും എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ. ഈ മത്സ്യേന്ദ്രനാഥൻ്റെ ജനനത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ പറ്റിയും പല ഗ്രന്ഥങ്ങളിൽ പല സ്കോളേഴ്സിൻ്റെ ഇടയിൽ പല അഭിപ്രായമാണ്. മീനനാഥൻ, മച്ഛന്തരനാഥൻ, മീനസിദ്ധൻ, മത്സ്യഘന, മത്സ്യേന്ദ്ര, മീനനാഥ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. വജ്രയാന ബുദ്ധിസത്തിൽ ഇദ്ദേഹത്തെ അവലോകിതേശ്വരൻ്റെ അവതാരമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെ അവലോകിതേശ്വരൻ്റെ നാട് അവിടെ നേപ്പാൾ സ്വദേശിയായിട്ടാണ് പറയുന്നത്. അപ്പം അവലോകിതേശ്വരൻ്റെ അവതാരമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ പശുപതിനാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു താന്ത്രിക് സിറ്റിയാണ് വാസ്തവത്തിൽ ഈ നേപ്പാളിലെ പശുപതിനാഥും അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ. അപ്പം അവിടെ വർഷത്തിലൊക്കെ നടക്കുന്ന ചില യാത്രകളുണ്ട്. ഈ സേത്തോ മച്ചേന്ദ്ര യാത്ര, റേത്തോ മച്ചേന്ദ്ര യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നേപ്പാളി കാഠ്മണ്ഡുവായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. അതേപോലെ തന്നെ ഈ മത്സ്യേന്ദ്രനാഥന് ശേഷം ഉണ്ടായിട്ടുള്ള ഗോരഖനാഥൻ എന്ന് പറയുന്ന സിദ്ധനും പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിൽ ഒരുപാട് കാലം ധ്യാനവും ജപവുമായിട്ട് ഉണ്ടായതായിട്ടും പറയുന്നു. ഈ മത്സ്യേന്ദ്രനാഥനെ കുറിച്ച് തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മത്സ്യബന്ധന ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചതെന്നും, അതല്ല നേപ്പാളിലാണ് ജനിച്ചതെന്നും, അതല്ല മധ്യ ഇന്ത്യയിലാണ് ജനിച്ചതെന്നും, അതല്ല കാശ്മീരിൻ്റെ ഭാഗത്താണ് ഇദ്ദേഹം ജനിച്ചതെന്നും ഒക്കെയുള്ള പല അഭിപ്രായങ്ങളുണ്ട്. പലപ്പോഴും ഈ അഭിപ്രായങ്ങൾ തമ്മിൽ യോജിക്കത്തും ഇല്ല. അസാമാന്യമായിട്ടുള്ള
നിയോഗങ്ങൾ കൊണ്ട് ജനിച്ച സിദ്ധപുരുഷന്മാരുടെ പ്രവർത്തികൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സാമാന്യ യുക്തി വെച്ച് മനസ്സിലാക്കാൻ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വരില്ല. കടലിനെ കുപ്പിയിൽ കയറ്റുന്ന പോലെ ഇരിക്കും. അത് ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ. സയൻറ്റിഫിക്കായിട്ടൊക്കെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാലും കിട്ടത്തില്ല. സയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്യുവർലി മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിരിക്കും. 90% അല്ല 95% മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആണ്. പിന്നെ ബിസിനസ്സുകാരുടെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സും ആയിരിക്കും അവർ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക്കായിട്ടുള്ള രീതിയിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് പല സ്ഥലത്ത് പല കാലഘട്ടങ്ങളിൽ ഉള്ള രേഖകളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ മുഖ്യ ആചാര്യനായിരിക്കുന്ന അഭിനവോത്തപാദർ തന്ത്രാലോകം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ സമയത്ത് അതിനകത്ത് കൺഗണാംബ അദ്ദേഹത്തിൻ്റെ കൺസോർട്ടായിട്ട്, അതായത് മത്സ്യേന്ദ്രനാഥൻ്റെ വാമഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ മത്സ്യേന്ദ്രനാഥനെ കുറിച്ചുള്ള വിഷയങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് കൗളം വിഷയം വരുമ്പോഴാണ്. അപ്പോൾ അവിടെ കൺഗണാംബ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൺസോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാര്യയായിട്ട് കൺഗണാംബയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ ഇത് കണ്ടത് കൊണ്ട്, അഭിനവോക്തൻ ഇത് എടുത്തു ചേർത്തത് കൊണ്ട് തന്നെ മത്സ്യേന്ദ്രനാഥൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ഇതിനൊരു ഉറപ്പൊന്നും പറയാനൊക്കത്തില്ല. കാരണം അങ്ങനല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളും ഉണ്ട്. വജ്രയോഗിനി ശിലാലേഖനത്തിൽ മത്സ്യേന്ദ്രം നമാഹം വന്ദേയും മഹാസിദ്ധിയും ജഗദ്ഗുരു എന്നും പറയുന്നുണ്ട്. അതായത് മത്സ്യേന്ദ്രനെ നമസ്കരിക്കുന്നുവെന്നും അതുപോലെ തന്നെ മഹാസിദ്ധനായിട്ടിരിക്കുന്ന ജഗദ്ഗുരുവിനെ നമസ്കരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിലും കാണാം. എന്തു തന്നെയായാലും മത്സ്യേന്ദ്രനാഥനാൽ വിരചിതമായി എന്ന് വിശ്വസിക്കപ്പെടുന്ന 9ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അന്വേഷിക്കാനും വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് മത്സ്യേന്ദ്ര സംഹിതയാണ്. രണ്ടാമത്തേത് കൗലജ്ഞാന നിർണയമാണ്. അത് പരിചയം ഉണ്ടാവും. അത്യാവശ്യം അന്വേഷിച്ചിട്ടുള്ളവർക്ക് ആ ഗ്രന്ഥം കണ്ടിട്ടും ഉണ്ടാവും. അകുളവീരതന്ത്രം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ശാബര ചിന്താമണി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ശാബരതന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷേ വാസ്തവത്തിൽ ശാബരതന്ത്രത്തിൻ്റെ ഉത്ഭവം ഗോരക്ഷനാഥിൽ നിന്നുമാണ്, അല്ലെ ഗോരക്ഷനാഥിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. ഞാനത് ആ സമയത്ത് പറയാം. എന്നാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ശാബര ചിന്താമണി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ മഹാകുലാർണവം, നമുക്ക് കിട്ടുന്ന കുലാർണവമല്ല, മലയാളത്തിലൊക്കെ ഇപ്പോൾ അടിച്ചു വരുന്ന, ഇംഗ്ലീഷിലാണെങ്കിലും സർ ജോൺ വുഡ്രൂഫിൻ്റെ അവതാരികയോട് കൂടിയിട്ടുള്ള കുലാർണവതന്ത്രമല്ല, മഹാകുലാർണവതന്ത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഒക്കെ മത്സ്യേന്ദ്രൻ. ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യേന്ദ്രനാഥന് കൺഗണാംബയിൽ 6 മക്കളുണ്ടായിരുന്നു എന്നും അവരുടെ പേരുകളും പറയാം. അമരനാഥൻ, വരദേവൻ, ചിത്രനാഥൻ, ആലീനാഥൻ, വിന്ധ്യാനാഥൻ, ഗുഡികാനാഥൻ എന്നിങ്ങനെ 6 മക്കളുണ്ടായിരുന്നുവെന്നും, ഏതിൽ ഈ കങ്കണാംബയിൽ 6 മക്കളുണ്ടായിരുന്നുവെന്നും ഈ 6 മക്കളും ഇദ്ദേഹത്തിൻ്റെ ഡിസിപ്പിളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്തിരുന്ന, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നുവെന്നും ഉപാസകരായിരുന്നു എന്നും പറയപ്പെടുന്നു. അവരിലൂടെയാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തേക്കും ഉണ്ടായതെന്നും ആ വഴി വന്നതുകൊണ്ട് ഇതിന് കുലാചാരം, അങ്ങനെ മത്സ്യേന്ദ്രനാഥൻ അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന അറിവുകളെ കുലാചാരങ്ങളെന്നും പറയുന്നുവെന്ന് ഒരഭിപ്രായവും ഉണ്ട്. ആധുനിക സ്കോളേഴ്സിൽ ഈ അഭിപ്രായത്തോട് കൂടുതൽ യോജിച്ച് പറഞ്ഞിട്ടുള്ളതും കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുള്ളതും അലക്സിസ് സാൻഡേഴ്സൺ ആണ്. സാൻഡേഴ്സൻ്റെ അഭിപ്രായത്തിലും അതങ്ങനെ തന്നെയാണ്. ഇതുപോലെ തന്നെ ആയിരുന്നു കാശ്മീര ശൈവ സമ്പ്രദായത്തിൻ്റെ തുടക്കവും. തൃക എന്ന് പറയുന്ന സമ്പ്രദായം ആദ്യകാലങ്ങളിൽ ദുർവാസാവ് തൻ്റെ മാനസപുത്രന്മാരിലേക്കും അവിടെ നിന്നും ഇങ്ങനെ കുറേ കാലം വരെ മക്കൾക്ക് വേണ്ടി മക്കളിലൂടെ ആ ഒരു പരമ്പരയിലൂടെയാണ് വന്നത്. ഒരു സമയം എത്തിയപ്പോഴാണ് അത് മറ്റു പലരിലേക്കും, ആ സ്വന്തം മക്കൾക്കല്ലാതെ മറ്റു പരമ്പരകളിലേക്കും അത് ഉപദേശിച്ചു കൊടുത്തു തുടങ്ങി. അത് നമുക്ക് കാശ്മീര ശൈവിസം പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പരമ്പര, ദുർവാസാവ് മുതൽ ഇങ്ങോട്ട് സ്വാമി ലക്ഷ്മൺജു വരെയുള്ള പരമ്പരയെക്കുറിച്ചും അതല്ലാതുള്ള ചില കാശ്മീര ശൈവ സമ്പ്രദായ പരമ്പരയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് അതെല്ലാം പറയാം. ഈ നാദസമ്പ്രദായം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ
കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ നവനാഥന്മാരാണ്. വാസ്തവത്തിൽ ഈ നവനാഥ സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അധികം വർഷങ്ങളായിട്ടില്ല, അതിന് 15-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെയാണ് ഈ നവനാഥ സമ്പ്രദായം എന്ന് പറയുന്ന നാദസമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ നാഥന്മാരില്ലായിരുന്നല്ല, ഈ 9 എന്നുള്ളൊരക്കത്തിന് അത്രയും പ്രാധാന്യം വന്നുകൊണ്ടുള്ള ഈ നവനാഥ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട്. ഈ നവനാഥന്മാരുടെ ഇടയിൽ ഈ 9 നാഥന്മാരെ പല ഗ്രന്ഥങ്ങളിലും പലരായിട്ടാണ് പറയുന്നത്. ഞാനിതാദ്യം ഈ നവനാഥന്മാരെ കുറിച്ച് ആദ്യമായിട്ടും വായിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിസർഗദത്ത് മഹാരാജിൻ്റെ ഒരു ബുക്കുണ്ട്. മോറിസ് ഫ്രീഡ്മാൻ എഴുതിയിട്ടുള്ള നിസർഗദത്ത് മഹാരാജിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. അതിൽ നിസർഗദത്ത് മഹാരാജ് പറയുന്ന നവനാഥന്മാരെ കുറിച്ച് വളരെ പ്രശസ്തരായതും ആ നവനാഥന്മാരെ കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യം കേട്ടത് ഈ നവനാഥന്മാരാണ്. അത് ഞാൻ ഒന്ന് പറയാം. അതൊന്നാമത്തേത് വളരെ പ്രചാരത്തിലുള്ള ഈ നവനാഥന്മാർ, ഒന്നാമത്തേത് മത്സ്യേന്ദ്രനാഥൻ, രണ്ടാമത്തെ ഗോരക്ഷനാഥൻ, മൂന്നാമത്തെ ജലന്ധരനാഥൻ, നാലാമത്തെ കനീഫാനാഥൻ. അദ്ദേഹത്തിന് കൃഷ്ണപാദ എന്നും കൻഹ എന്നും കർണദീപ എന്നും കനേരി എന്നും കൻഹോബ എന്നും ഒക്കെ പല പേരുണ്ട്. കാപാലിക ശൈവത്വത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ പേരുകൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കനീഫാനാഥ്, അതുപോലെ തന്നെ ഭർതൃഹരിനാഥ്, കിങ് ഓഫ് ഉജ്ജയിനിയിലെ രാജാവായിരുന്ന ഭർതൃഹരിനാഥ്, അതുപോലെ തന്നെ രേവസിദ്ധ അതായത് രേവണനാഥ്. അടുത്തത് 8ാമത്തെ നാഥ് എന്ന് പറഞ്ഞാൽ ചാർപ്പതിനാഥ്. രസേശ്വര ശൈവസം പഠിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാതെ പോകാൻ പറ്റില്ല. കാരണം രസവിദ്യ, ആൽക്കമിയൊക്കെ കണ്ടമാനം കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ചാർപ്പതിനാഥ്. അത് കഴിഞ്ഞ് നാഗനാഥ്. ഇതാണ് വളരെ പ്രചാരത്തിലുള്ള നവനാഥന്മാരെന്ന് പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ 9 പേരുടെ പേരാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല ദേശങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ 9 നവനാഥന്മാരുടെ പേരുകൾ വ്യത്യസ്തമാണ്. കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതും ഓവർലാപ്പിങ് ചെയ്യുന്നതുമായിട്ടുള്ള പല കഥകളും ഇവരെക്കുറിച്ചുണ്ട്. നമ്മൾ ഇത് മാത്രമല്ല, ഈവൻ സൂഫിസത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് സൂഫിസത്തിൽ പോലും ഹാജിരത്തൻ സൂഫിയായിട്ട് അവർ വിശ്വസിക്കുന്നത് ഈ രത്നാഥനെയാണ്. ഇദ്ദേഹത്തെ ഗുഗാഫിറിൻ്റെ ഗുരുവായിട്ട് കാണുന്നു. 13th സെഞ്ച്വറിയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് പറയുന്നത്. രത്നാഥനാണ് ഹാജിരത്തൻ സൂഫി ആയിരുന്നത്, അല്ലെങ്കിൽ സൂഫിസത്തിലേക്ക് ഈ വിഷയങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് എന്നും വിശ്വസിക്കുന്നുണ്ട്. പഞ്ചാബിൽ ഹാജിരത്തൻ ദർഗയൊക്കെ ഇന്നും നമുക്കവിടെ കാണാൻ പറ്റും. സൂഫിസത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ രത്നാഥനെ തൊടാതെ നമുക്ക് പോവാൻ പറ്റത്തുമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കൂടുതൽ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ട്രേഡറായിരുന്നു, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, അതുപോലെ തന്നെ ഒരു ശിവോപാസകനും ആയിരുന്നു. അദ്ദേഹം ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അറബിക് നാടുകളിലും പേർഷ്യൻ നാടുകളിലും പോയിട്ടുണ്ട് എന്നും, അതുപോലെ തന്നെ പല സൂഫി ഗ്രന്ഥങ്ങളിലും ഈ ഹാജിരത്തൻ സൂഫിയെക്കുറിച്ചും ഈ രത്നാഥനെക്കുറിച്ചും പറയുകയും, അതുപോലെ തന്നെ പല ഹദീസുകളിലും ഇദ്ദേഹം മുഹമ്മദിനെ കണ്ടിരുന്നുവെന്നും മുഹമ്മദുമായിട്ട് സംസാരിച്ചിരുന്നെന്നും മുഹമ്മദുമായിട്ട് യാത്ര ചെയ്തിരുന്നുവെന്നും ഒക്കെ പറയുന്ന പല അഭിപ്രായങ്ങളും ഈ സൂഫിസം സൂഫിസത്തിൽ താല്പര്യമുള്ളവർ ആ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ സൂഫിസത്തിൻ്റെ ഗുരുവായിട്ട് പറയുന്ന ഹാജിരത്തൻ സൂഫി എന്ന് പറയുന്നത് ഈ നവനാഥന്മാരിലെ രത്നാഥനാണ്. ഈ രത്നാഥനെ കുറിച്ച് പറയുമ്പം വേറൊരു കാര്യം കൂടെ വളരെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് 700 വർഷത്തിന് മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുസ്. അദ്ദേഹം 700 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം സിദ്ധന്മാരുടെ ഈ ആയുസ്സിൻ്റെ, ദിവ്യായുസ്സിൻ്റെ കാലത്തെക്കുറിച്ച് നമുക്ക് അളക്കാനോ പറയാനോ ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോഡേൺ സയൻറ്റിഫിക് ലോജിക്ക് വെച്ചിട്ടൊന്നും അതിനെ അളക്കാൻ പറ്റില്ല. കാരണം മോഡേൺ സയൻറ്റിഫിക് ലോജിക്ക് മാക്സിമം മെറ്റീരിയലൈസ്ഡ് കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ബിസിനസ്സുകാർ ഫണ്ട് ചെയ്യുന്നതിനനുസരിച്ച് സംസാരിക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ മോഡേൺ ലൈഫിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആ സയൻസ് അല്ല. ശരിക്കും നമുക്കിനി മനസ്സിലാക്കിയെടുക്കേണ്ട 2 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾ, 5 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾ, 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾ, 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് നമുക്കതൊരു അത്ഭുതമില്ല. പക്ഷേ ഈ സിദ്ധന്മാരുടെ ഇടയിൽ ഈ 700 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ച് പോയാൽ അത് കാണുകയും ചെയ്യാം അത്യപൂർവമായിട്ട്. പക്ഷേ അതിനൊരു യോഗവും നമുക്കൊരു നിയോഗവും ഒക്കെ വേണം. ഈ അടുത്ത സമയത്ത് നമുക്കിപ്പം ഓമല്ലൂർ പാറയിൽ ഉള്ള പ്രഭാര സിദ്ധയോഗികളുടെ സമാധി, ഓമല്ലൂർ പത്തനംതിട്ട, അപ്പോൾ അവിടെ പ്രഭാര സിദ്ധയോഗികളുടെ സമാധി പലയിടത്തുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ദിവ്യായുസാണ്. അപ്പോൾ പ്രഭാര സിദ്ധയോഗികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് നമുക്കത് ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയുണ്ട്. അപ്പം അതുപോലെ സിദ്ധന്മാർക്ക് ദിവ്യായുസുകൾ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ സൂഫി സമ്പ്രദായത്തെ ഇഷ്ടമുള്ളവർക്ക് അതിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കണമെങ്കിൽ സൂഫി പാട്ടുകളൊക്കെ, എനിക്ക് സൂഫി പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സൂഫി പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഇദ്ദേഹത്തെക്കുറിച്ച്, രത്നനാഥിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് വീണ്ടും നവനാഥന്മാരെക്കുറിച്ച് നോക്കാം. ഈ നവനാഥ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്കോളേഴ്സ് പറയുന്നത് AD 15-ാം നൂറ്റാണ്ടിൽ നവനാഥ ചരിതം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് തെലുങ്ക് ദേശത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ധ്യാനിക്കുന്നവരുടെ നാടാണ് തൈലുങ്ക ദേശം. അപ്പോൾ ജ്ഞാന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ദേശമാണ് തൈലുങ്ക ദേശം. തൈലുങ്ക ദേശത്തിലാണ് നവനാഥ ചരിതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ആ ഗ്രന്ഥമാണ് പിന്നീട് ഇംഗ്ലീഷിൽ അടിച്ചു വരികയൊക്കെ ചെയ്തപ്പോൾ ഈ ബുക്കിനകത്താണ് ആദ്യം നമ്മൾ പറയുന്ന ഈ നവനാഥന്മാർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ ഗോരക്ഷ സിദ്ധാന്ത സംഗ്രഹം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ തന്ത്രമഹാർണവം എന്ന് പറഞ്ഞ ഗ്രന്ഥം കോട്ട് ചെയ്തിട്ട് നവനാഥന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നവനാഥന്മാർ നമ്മൾ മുന്നേ പറഞ്ഞ ലിസ്റ്റല്ല. അതിൽ ദത്താത്രേയൻ ഒരു നാഥനാണ്. ഗുരുഗ്രന്ഥ സാഹിബ് എന്ന് പറഞ്ഞിട്ട് 16th സെഞ്ചുറി 16-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുള്ള സിഖ് പുസ്തകം ഉണ്ടല്ലോ, സിഖ് ഗ്രന്ഥത്തിൽ ഈ പറയുന്ന നവനാഥന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിൽ ആചാര്യ രാമാനന്ദൻ എന്ന് പറഞ്ഞ ആളെഴുതിയിട്ടുള്ള സിദ്ധാന്ത പടലം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ഈ സിദ്ധാന്ത പടലത്തിൽ പറയുന്ന നവനാഥന്മാരുടെ പേരുകളാണ് പിന്നീട് നിസർഗദത്ത് മഹാരാജ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് പറയുകയും ആ അഭിപ്രായത്തെ ബേസ് ചെയ്തിട്ടാണ്, അത് കേട്ടിട്ടാണ് മോറിസ് ഫ്രീഡ്മാൻ അത് എഴുതുന്നതും. അതാണ് പിന്നീട് നമ്മൾ ഇന്ന് ഗൂഗിളിലായാലും പൊതുവെ വേൾഡിലാണെങ്കിലും പ്രശസ്തമായിട്ടുള്ള നാദസമ്പ്രദായമായിട്ട് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ അലക്സിയ സാൻഡർസൻ്റെ വർക്കുകളിൽ അദ്ദേഹം കുബ്ജിക വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുബ്ജിക തന്ത്രത്തിനെ ബേസ് ചെയ്തിട്ട് 25 നാഥന്മാരുള്ളതായിട്ടും. എന്നാൽ പശ്ചിമാംനായത്തിൻ്റെ പഠനം നടക്കുന്ന സമയത്ത് അതിനകത്ത് 4 നാഥന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 4 നാഥന്മാരെ കുറിച്ചും അതുപോലെ തന്നെ ഷോർട്ടർമാൻ എന്ന് പറഞ്ഞ ആളിൻ്റെ പഠനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഇൻഡോളജിക്കൽ സ്റ്റഡീസിൽ, പ്രത്യേകിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസിൽ അദ്ദേഹം 18 നാഥന്മാരുള്ളതായിട്ടും പറയുന്നു. അവിടെ അദ്ദേഹം ഷഡ് സഹസ്ര സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കോട്ട് ചെയ്തിട്ടാണ് ഷോർട്ടർമാൻ അത് പറയുന്നത്. അതുപോലെ തന്നെ 13th സെഞ്ചുറിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന മത്സ്യേന്ദ്ര സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 7 നാഥന്മാരെ കുറിച്ചേ പറയുന്നുള്ളൂ. എന്നാൽ നമ്മൾ മുകളിൽ പറഞ്ഞ കുബ്ജിക മതത്തിലെ നാഥന്മാരുടെ എണ്ണം പറഞ്ഞു 25 എണ്ണം. അതേപോലെ തന്നെ പശ്ചിമാംനായത്തിലെ നാഥന്മാരെ 4 പേരുടെ എണ്ണം പറഞ്ഞു. അതേപോലെ തന്നെ ഷഡ്സഹസ്ര സംഹിതയിൽ പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം, അതിൽ പറയുന്ന 18 നാഥന്മാരുടെയും പേര് പറയുന്നതിനകത്ത് ഗോരക്ഷനാഥൻ്റെ പേരില്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞ പ്രാചീന ഗ്രന്ഥത്തിൽ ഗോരക്ഷനാഥൻ്റെ പേരില്ല. എന്നാൽ കർണാടകയിലെ ഗ്രാമപ്രദേശമാണ്. അവിടെ കുക്കനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലേശ്വര ശിവക്ഷേത്രത്തിനടുത്തായിട്ട് നിന്ന് കിട്ടിയ നവനാഥന്മാരുടെ ഒരു ശിലാലേഖനം, വളരെ പ്രാചീനമായിട്ടുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ആ ശിലാലേഖനത്തിൽ, ആ പറയുന്ന ശിലാലേഖനത്തിൽ നവനാഥന്മാരുടെ പേരുകളിൽ ഗോരക്ഷനാഥൻ്റെ പേരുണ്ട്. എന്നാൽ കർണാടകയിലെ ഈ കലേശ്വര ക്ഷേത്രത്തിനടുത്തു നിന്നും കിട്ടിയ ഈ ശിലാലേഖനത്തിൽ ഗോരക്ഷനാഥൻ്റെ പേര് വന്നപ്പം മത്സ്യേന്ദ്രനാഥൻ്റെ പേര് അവിടെ ഇല്ല എന്നുള്ളതാണ് അടുത്ത ഈ വിഷയത്തിലെ കൺഫ്യൂഷൻ. എന്നാലും ഗോരക്ഷനാഥൻ്റെ പേര് പൂർണ്ണ ഭാരതവർഷത്തിലെ പ്രാചീനപരമായ മിക്ക ഗ്രന്ഥങ്ങളിലും, തന്ത്രഗ്രന്ഥങ്ങളിലും, മറ്റു പല ഉപാസനാ സമ്പ്രദായങ്ങളിലും ഗോരക്ഷനാഥൻ്റെ പേര് നമുക്ക് കാണാം. മഹാർണവതന്ത്രം, ഹഠയോഗ പ്രദീപിക, ഹഠയോഗത്തിൻ്റെയൊക്കെ ആചാര്യനും കൂടെ നമുക്കത് അതിലേക്ക് വരാം. വർണ്ണരത്നാകരം, കൈലാസവസീതന്ത്രം, ശ്യാമരഹസ്യം, സുധാകര ചന്ദ്രിക തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഗോരക്ഷനാഥൻ്റെ പേരിലുള്ളതായിട്ട് പറയുന്നു. ഗോരക്ഷനാഥൻ്റെ ജീവിത വൃത്തത്തെക്കുറിച്ചോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചോ കൃത്യമായ തെളിവുകളൊന്നും തന്നെ
ഇന്നും അവൈലബിൾ അല്ല. കിട്ടിയത് തമ്മിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലതും. എന്നാൽ അദ്ദേഹം എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാർത്ഥ മഞ്ജരി, അതുപോലെ തന്നെ ഗോരക്ഷ ഗീത, ഗോരക്ഷ സംഹിത, ഗോരക്ഷ ബോധ, ഗോരക്ഷ സിദ്ധാന്ത പദ്ധതി, ഗോരക്ഷ ദീക്ഷ, ഗോരക്ഷ യോഗമഞ്ജരി, ത്രിപുര സുന്ദരി പദ്ധതി തുടങ്ങിയ സംസ്കൃത ഗ്രന്ഥങ്ങൾ അവൈലബിളും ആണ്. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് അറിയേണ്ടത്. നമ്മൾ നവനാഥന്മാരെ കുറിച്ച് പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട നാഥന്മാർ മത്സ്യേന്ദ്രനാഥനിൽ നിന്നുമാണ് ഇത് ഉത്ഭവിച്ച് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മത്സ്യേന്ദ്രനാഥൻ്റെ കുറിച്ച് തന്ത്രാലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മത്സ്യേന്ദ്രനാഥൻ്റെ വാമഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞു, അതിലൂടെ കുലധർമ്മങ്ങൾ പ്രചരിച്ച രീതികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ നവനാഥ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു കൺസെപ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പലയിടത്തും ഗോരക്ഷനാഥൻ്റെ പേരില്ല, എന്നാൽ ഗോരക്ഷനാഥൻ്റെ പേരുള്ള സ്ഥലത്ത് മത്സ്യേന്ദ്രനാഥൻ്റെ പേരും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ഭാരതവർഷം മൊത്തവും ഗോരക്ഷനാഥൻ്റെ അഭിപ്രായങ്ങളും ഗോരക്ഷനാഥൻ്റെ പേരുകൾ പല സ്ഥലങ്ങളിലും പല ആധ്യാത്മിക മേഖലകളിലും കാണാം. നാദസമ്പ്രദായത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയതും ഗോരക്ഷനാഥനാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ട് പഠിച്ചത്. നാദസമ്പ്രദായം ആദി ഗുരുവായിരിക്കുന്ന മഹാദേവനിൽ നിന്നും വന്നിട്ടാണ് ഓരോ നാഥന്മാരിലൂടെ പരമ്പരകളിലൂടെ പല വഴിയിലായിട്ട് പോയത്. ഇനി നമുക്ക് നാദസമ്പ്രദായത്തിൻ്റെ സിദ്ധാന്ത തത്വങ്ങളും നോക്കി നമ്മൾ കുറച്ച് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാദസമ്പ്രദായത്തിൻ്റെ അതാത് മത്സ്യേന്ദ്രനാഥനും അതുപോലെ തന്നെ ഗോരക്ഷനാഥനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളും ഗോരക്ഷനാഥൻ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ട നാദസമ്പ്രദായത്തിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും നാദസമ്പ്രദായത്തിൻ്റെ ചില ഐഡൻറ്റിഫിക്കേഷനായിട്ടുള്ള പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയേണ്ടത്. നമുക്കിനി അടുത്തത് അത് നോക്കാം.